ഈ കഥ ആരംഭിക്കുമ്പോൾ ജോൺ വിക്ക് പഞ്ചിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവനിപ്പോൾ ഉള്ളത് ആ ബൗറിയുടെ ഒരു ഹൈഡ് ഔട്ടിലാണ്. ഇവനും ബൗറിയും കൂടെ ഹൈ ടേബിളിനെതിരെ പണി കൊടുക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ബൗറി അങ്ങോട്ട് വരുന്നത്. ജോൺ വിക്കിന് ധരിക്കാനുള്ള പുതിയൊരു കോട്ടുമായിട്ടാണ് അവനിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ജോൺ വിക്ക് നേരെ പോകുന്നത് മൊറോക്കോയിലേക്കാണ്. നമ്മൾ ജോൺ വിക്ക് 3 ഒരു മരുഭൂമി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതേ സ്ഥലത്തേക്ക് തന്നെയാണ് അവനിപ്പോൾ പോകുന്നത്. അവന്റെ മുന്നിലായിട്ട് ആ എൽഡറിന്റെ ചില അനുയായികളും കുതിരപ്പുറത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അവരെയൊക്കെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയിട്ടാണ് ജോൺ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ നേരെ ചെല്ലുന്നത് ആ എൽഡറിന്റെ അടുത്തേക്കാണ്. മിസ്റ്റർ വിക്ക്, ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം എന്താണ്? ആ എൽഡർ അത് ചോദിക്കുമ്പോൾ ആദ്യം അവൻ അയാളുടെ മുന്നിലൊന്ന് വണങ്ങുകയാണ്. എന്റെ മോതിരം, എന്റെ സ്വാതന്ത്ര്യം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിന്റെ മോതിരമൊക്കെ പോയി വിക്ക്, എന്റെ മുന്നത്തെ എൽഡറെ പോലെ തന്നെ. എന്നെ കൊന്ന് ഇതൊക്കെ അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് നീ ഇങ്ങോട്ട് വന്നതെങ്കിൽ നിനക്ക് തെറ്റി. നിന്റെ സ്വഭാവം മാറ്റാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലൊന്നും എന്റെ മരണം കൊണ്ട് മാറാൻ പോകുന്നില്ല. ആരാണെന്നതിൽ നിന്നും ഒരിക്കലും നമുക്ക് ഒളിച്ചോടാൻ കഴിയത്തില്ല ജോൺ. മാത്രമല്ല ടേബിളിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനും സാധിക്കത്തില്ല. ജോൺ വിക്കിന് സ്വാതന്ത്ര്യമോ സമാധാനമോ ലഭിക്കാനുള്ള ഒരേ ഒരു മാർഗം ഇന്നുമെന്നും അത് മരണമാണ്. അതെല്ലാം എനിക്കറിയാം മിസ്റ്റർ എൽഡർ. ഇക്കാര്യങ്ങളൊക്കെ നിനക്കറിയാമെങ്കിൽ എനിക്ക് തോന്നുന്നത് നീ ഇത്രയും ദൂരം വന്നത് വെറുതെ ആയിപ്പോയി എന്നാണ്. ഒരിക്കലുമല്ല എന്ന് പറഞ്ഞിട്ട് ജോൺ അയാളെ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ ഹൈ ടേബിളിന്റെ ഒരു മേലധികാരിയുടെ പണി തീർത്തതിന് ശേഷം അവൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇനി കാണിക്കുന്നത് അമേരിക്കയിലെ കോണ്ടിനെന്റൽ ഹോട്ടലാണ്. അവിടേക്കിപ്പം ഹൈ ടേബിളിന്റെ പുതിയൊരാൾ വന്നിട്ടുണ്ട്. ഇയാളെ ഹാർബിഞ്ചർ എന്നാണ് പറയുന്നത്. അയാളിപ്പോ നേരെ പോകുന്നത് കോണ്ടിനെന്റലിന്റെ മാനേജറായ ആ വിൻസ്റ്റനെ കാണാൻ വേണ്ടിയിട്ടാണ്. അയാൾ വിൻസ്റ്റന്റെ അടുത്തേക്ക് ചെന്ന ഉടനെ തന്നെ ഒരു ലെറ്ററാണ് വിൻസ്റ്റനെ കാണിക്കുന്നത്. അത് കാണുമ്പോ ഇങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ, നിനക്ക് തെറ്റുപറ്റിയതാവും. ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഹൈ ടേബിളിന്റെ മേലധികാരിയായ മാർക്കിസിന്റെ ഉത്തരവ് പ്രകാരം ഈ ഹോട്ടലിന്റെ അധികാരം റദ്ദ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി 1 മണിക്കൂർ സമയമുണ്ട്. അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു തീർക്കണം. മാത്രമല്ല മാർക്കിസ് നിങ്ങളെ കാണണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഹാർബിഞ്ചർ അവിടുന്ന് പോവാണ്. ഈ സമയവും വിൻസ്റ്റൺ ആണെങ്കിൽ അയാളെ കൊടുത്ത ആ പേപ്പർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ ഷെറോൺ ഒരു കാര്യം ചോദിക്കുന്നത്. അയാൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അവർക്കിത് ചെയ്യാനാവുമോ സർ? ടേബിളിലെ 12 അംഗങ്ങളാണ് ഈ ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. മാർക്കിസിനാണ് അവരിപ്പോ ടേബിളിന്റെ പൂർണ്ണ അധികാരവും കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം അവനാണിപ്പോ നമ്മുടെ ജൂറിയും ജഡ്ജിയും എല്ലാം. അതുകൊണ്ട് അവർ പറഞ്ഞത് കേൾക്കാന്നല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോട്ടൽ ഒഴിപ്പിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് വിൻസ്റ്റൺ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വിൻസ്റ്റനും ഷെറോണും കൂടെ ആ മാർക്കിസിനെ കാണാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അവരിപ്പോ നിൽക്കുന്നത് ആ കോണ്ടിനെന്റൽ ഹോട്ടലിന്റെ കുറെ ദൂരത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ്. അവരെ കാണുമ്പോൾ ആ മാർക്കിസ് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എന്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, ഒന്ന് എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെയാവും ബാക്കിയെല്ലാം. ഇതിനെ ജീവിതത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും നിയമമെന്നാണ് വിളിച്ചിരുന്നത്. നിയമങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ മിസ്റ്റർ മാനേജർ? തീർച്ചയായിട്ടും ഉണ്ട്. അതിന്റെ അനന്തരഫലങ്ങളിലോ? തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല ഞാൻ സെക്കൻഡ് ചാൻസസിലും വിശ്വസിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ വ്യത്യസ്തരാവുന്നത്. താനും ഞാനും രണ്ടാമത്തെ അവസരങ്ങൾ അത് തോറ്റുപോയവരുടെ അഭയമാണ്. ന്യൂയോർക്കിൽ ഈ ക്രൂരതയെ കുറ്റപ്പെടുത്തുന്നവർ ടേബിളിലുമുണ്ട്. ഇതാണ് ഈ നഗരമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ടേബിൾ ഈ നശിച്ച സിറ്റിയെ തോന്നുന്ന പോലെ വിട്ടിട്ട് കുറെ കാലമായി. അത് നമ്മൾ എവിടെ എത്തിച്ചെന്ന് നിങ്ങൾ കണ്ടോ? ഞാൻ അവനെ ഷൂട്ട് ചെയ്തതാണ്. എന്നിട്ട് എവിടെ? അവനിപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ, തൊടുന്നതെല്ലാം നശിപ്പിച്ചുകൊണ്ട്. നോക്കൂ മാർക്കീസ്, ബഹുമാനപൂർവ്വം ഞാൻ പറയട്ടെ, എന്റെ ഹോട്ടൽ നിക്ക് തന്റെ ഹോട്ടലോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. തീർച്ചയായും. എന്താണ് മിസ്റ്റർ ഷെറോൺ താങ്കൾക്ക് പറയാനുള്ളത്? കോണ്ടിനെന്റലുകളും അവയുടെ മാനേജ്മെന്റുകളും ടേബിളിന്റെ കീഴിൽ എല്ലാവർക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, നമ്മൾ ആരും നിയമങ്ങൾക്ക് അതീതരല്ലെന്ന്. എന്നിട്ടും എന്തേ നമ്മൾ ഈ ഗതിയിലായത്? സർ, മിസ്റ്റർ വിക്ക്, നിർത്ത് ഷെറോൺ. ജോൺ വിക്ക് കാരണമല്ല നമ്മൾ ഈ ഗതിയിലായത്. തന്റെ ഫെയിലറിന്റെ മുഖമാണ് അവൻ മിസ്റ്റർ മാനേജർ. നിങ്ങൾ ആ ഗ്ലാസ്സിലെ മണൽത്തരികൾ കണ്ടില്ലേ? അതെല്ലാം താഴേക്ക് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 1 മണിക്കൂർ സമയം അവസാനിക്കും. അതായത് ആ മണൽത്തരികൾ എന്നത് എന്നിൽ അവശേഷിക്കുന്ന ക്ഷമയുടെ ഒരു പ്രതിബിംബമാണ് എന്ന് പറഞ്ഞിട്ട് ആ മാർക്കിസ് ഇപ്പോ അവിടുത്തെ ജനാലയിലൂടെ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ മണൽത്തരികളെല്ലാം താഴേക്ക് വീഴാണ്. അതായത് അവർക്ക് കൊടുത്ത 1 മണിക്കൂർ സമയം ഇപ്പോൾ അവസാനിച്ചു. അതുകൊണ്ട് തന്നെ എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് വിൻസ്റ്റൺ ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഒരു പൊട്ടിത്തെറി ശബ്ദം കേൾക്കുന്നത്. അവര് നോക്കുമ്പോൾ കോണ്ടിനെന്റൽ ഹോട്ടൽ മൊത്തത്തിൽ തകർന്നു പോകുന്നതാണ് കാണുന്നത്. അപ്പൊ കണ്ടല്ലോ, ഇനി ന്യൂയോർക്ക് തന്റെ കീഴിലല്ല, താൻ ഇനി ഒന്നുമല്ല, വെറും ഒരു എക്സ് കമ്മ്യൂണിക്കേറ്റർ മാത്രമാണ് താൻ ഇനി. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഉപദേഷ്ടാവിന്റെ സേവനം തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ മാർക്കിസ് ഷെറോണിന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതൊക്കെ കണ്ട് വിൻസ്റ്റൺ ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം അയാളെ ഒന്ന് നോക്കിയതിനു ശേഷം മാർക്കിസ് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അതിനിടയിൽ വിൻസ്റ്റൺ നേരെ പോകുന്നത് അവിടെ വീണ് കിടക്കുന്ന ഷെറോണിന്റെ അടുത്തേക്കാണ്. ഈ സമയം അയാൾ മരിച്ചിട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് അയാൾ പറയുന്നത്, ഞാൻ ഇതൊരു ബഹുമതിയായി കാണുന്നു എന്നാണ്. അത് കേൾക്കുമ്പോൾ ശരിക്കും ഞാനായിരുന്നു മരിക്കേണ്ടത് എന്നാണ് വിൻസ്റ്റൺ അതിന് മറുപടി പറയുന്നത്. ശരിയാണ് വിൻസ്റ്റൺ, പക്ഷെ അതുണ്ടായില്ല. ഇനി അതിന്റെ കാരണം താൻ ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്. ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ച കൊണ്ട് നമ്മളിൽ ഒരാൾക്ക് ഗുണമുണ്ടായി എന്ന് പറഞ്ഞിട്ട് ആ മാർക്കിസ് അവിടെ നിന്ന് പോവാണ്.
ഇനി കാണിക്കുന്നത് കെയ്ൻ എന്ന് പറഞ്ഞ ഒരാളെയാണ്. ഇയാൾ പണ്ട് ഹൈ ടേബിളിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഒരു അസാസിനാണ്. ഇപ്പൊ ഇയാൾക്ക് കണ്ണൊന്നും കാണത്തില്ല. ഇയാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇയാളുടെ മകളെയാണ്. പുള്ളിയുടെ മകള് ഈ സ്ട്രീറ്റിലൊക്കെ വയലിൻ വായിക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം പുള്ളി അതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മാർക്കിസ് പുള്ളിയെ വിളിക്കുന്നത്. അതിനെ തുടർന്ന് പുള്ളി ഇപ്പൊ മാർക്കിസിനെ കാണാൻ വേണ്ടി അയാളുടെ സ്ഥലത്തേക്ക് ചെന്നിരിക്കുകയാണ്. മാർക്കിസിന്റെ വലങ്കൈയായ ഷിഡിയാണ് അയാളിപ്പോ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. കെയ്നെ കാണുമ്പോൾ മാർക്കിസ് കാര്യങ്ങളൊക്കെ അയാളോട് പറയാൻ തുടങ്ങി. നീ ഒരാളെ തീർക്കണം. ബഹുമാനത്തോടെ തന്നെ പറയട്ടെ മാർക്കിസ്, ഞാൻ റിട്ടയർഡ് ആയതാണ്. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല കെയ്ൻ. നിനക്കോ ടേബിളിനോ എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അത് തീരുമാനിക്കേണ്ടത് നീയല്ല കെയ്ൻ. നോക്കൂ മാർക്കിസ്, കൂടുതൽ വിശദീകരിക്കണ്ട. നിങ്ങൾ മറ്റാരെങ്കിലും കണ്ടെത്ത്. നിന്റെ മകളെ നിനക്ക് ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ഈ കൊട്ടേഷൻ നീ ഏറ്റെടുത്തേ പറ്റൂ കെയ്ൻ. മകളുടെ കാര്യം പറയുമ്പോൾ കെയ്ന് മറ്റൊരു നിവൃത്തിയുമില്ല. ഈ സമയം അയാളുടെ തൊട്ടടുത്തായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ കയ്യിലുള്ള പാത്രത്തിലാണ് ഈ കെയ്ൻ ആരെയാണ് കൊല്ലേണ്ടത് എന്നതിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അത് അവന്റെ ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. അവനത് എടുത്തു നോക്കുമ്പോൾ ജോൺ വിക്ക് ആണ്. നിന്റെ പഴയ കൊളീഗാണല്ലേ? ആയിരുന്നു. കൊളീഗ് മാത്രമല്ല, നല്ലൊരു സുഹൃത്തുമായിരുന്നു. ടേബിളുമായിട്ടുള്ള കരാറിന് മാറ്റമൊന്നുമില്ല. ഞങ്ങളൊരു പേര് തരും, നീ ഞങ്ങൾക്ക് അയാളുടെ ജീവൻ തരണം. അല്ലെങ്കിൽ നിന്റെ ജീവൻ ഞങ്ങൾ എടുക്കും. എനിക്ക് മനസ്സിലായ മാർക്കിസ്, ഈ ജോലി ഞാൻ ഏറ്റെടുക്കുന്നു. എന്നും നിങ്ങൾക്ക് എന്റെ സേവനം ഉണ്ടാവും. എക്സലന്റ് മിസ്റ്റർ കെയ്ൻ. പക്ഷെ അവൻ എവിടെ കാണും എന്ന് തനിക്കറിയാമോ? നോക്കൂ മാർക്കിസ്, ഈ ലോകത്ത് ജോൺ വിക്കിന്റെ വളരെ കുറച്ച് സുഹൃത്തുക്കളെ ബാക്കിയുള്ളൂ. അവന് നല്ല വിശ്വാസമുള്ള ആളുകൾ അതിലും കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അവൻ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന കാര്യം എനിക്ക് വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് കെയ്ൻ അവിടുന്ന് പോവാണ്. ഇനി കാണിക്കുന്നത് ജപ്പാനിലെ ഒസാക്കയിലുള്ള കോണ്ടിനെന്റൽ ഹോട്ടലാണ്. ഒരാളിപ്പം അയാളുടെ പ്രിയപ്പെട്ട നായയും കൂട്ടി ആ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഈ സമയം ആ ഹോട്ടലിന്റെ മാനേജർ അവിടെ നിൽക്കുന്നുണ്ട്. ഇയാളുടെ പേര് ഷിമാസു കോജി എന്നാണ്. കോജി എന്നാണ് ഇയാളെ വിളിക്കുന്നത്. ഈ ഹോട്ടലിന്റെ റിസപ്ഷനിസ്റ്റിന്റെ പേര് അക്കീര എന്നാണ്. ഈ കോജിയുടെ മകളാണ് ഇവള്. ഇപ്പൊ ആ പട്ടിയും പിടിച്ച് വന്നവൻ നേരെ അവളുടെ അടുത്തേക്കാണ് പോകുന്നത്. ഒരു റൂം വേണം എന്നാണ് അവൻ പറയുന്നത്. ഈ വ്യക്തിക്ക് ഈ സിനിമയിൽ അങ്ങനെ പേരില്ല. ഇവനെ തന്നെ പരിചയപ്പെടുത്തുന്നത് മിസ്റ്റർ നോബഡി എന്നാണ്. അവന്റെ കയ്യിലുള്ള ആ നായനെ കാണുമ്പോൾ, ക്ഷമിക്കണം, ഇവിടെ മൃഗങ്ങൾ അലൗഡ് അല്ല. സോറി മിസ്, ഈ ഡോഗ് എന്നത് എന്റെ ഇമോഷണൽ സപ്പോർട്ടാണ്. അതുകൊണ്ട് എവിടെ പോയാലും ഞാൻ ഇവനെയും കൊണ്ടേ പോവാറുള്ളൂ എന്നാണ് നോബഡി പറയുന്നത്. ഇമോഷണൽ സപ്പോർട്ടാണെന്നൊക്കെ പറയുമ്പോൾ അവൾ അതിന് അനുവദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ റൂമൊക്കെ എടുത്തതിന് ശേഷം അവൻ അവിടെ ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ്. ഈ സമയം അവൻ അവന്റെ ഫോണിൽ നോക്കുമ്പോൾ ജോൺ വിക്കിനെ കൊല്ലാനുള്ള കോൺട്രാക്റ്റിന് ഒരു മെസ്സേജ് അതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ജോൺ വിക്കിന്റെ തലയുടെ വില $18 മില്യൺ ആണ്. ഇതിൽ നിന്നും ഇവൻ ജോൺ വിക്കിനെ കൊല്ലാൻ ഇറങ്ങിയവനാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്തോ അത്രയും പൈസയിൽ അവൻ തൃപ്തനല്ല. അവന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ജോൺ വിക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ആ പുസ്തകത്തിൽ മൊത്തം. അങ്ങനെ കോജി അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ അക്കീറ വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് ചെല്ലാണ്. അതിനുശേഷം അയാളുടെ അടുത്തൊരു ഫയൽ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നാളത്തെ ഷെഡ്യൂൾ 11 മണിക്ക് മിസ്റ്റർ സുസൂക്കിയെ കാണണം. പിന്നെ ടെറസ് ഹൗസ് 2 മണിക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 8 മണിക്ക് നമുക്ക് ഡിന്നർ കഴിക്കാം. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ സമ്മതിച്ചു. അല്ല, നമ്മുടെ അതിഥികളൊക്കെ എന്തു പറയുന്നു? നമ്മുടെ ചില ഗോൾഡ് ക്ലബ് അംഗങ്ങളൊക്കെ ആശങ്കയിലാണ്. അവർക്കിങ്ങനെ ആശങ്കപ്പെടാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അതല്ല ഡാഡ്, ഇന്നത്തെ വിഷയം ന്യൂയോർക്കാണ്. ഓ, അപ്പൊ നീയും ആശങ്കയിലായിരിക്കുമല്ലോ. അതെ ഡാഡ്, ഞാനും ആശങ്കയിലാണ്. നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? എന്ത് കുഴപ്പമുണ്ടാവാനാണ്? ടേബിളിനെതിരായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നോക്ക് ഡാഡ്, ജോൺ വിക്കുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ടേബിളിൽ ആൾക്കാർ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. വരട്ടെ അക്കീറ, നമ്മൾ അവരെ ആദരവോടെ തന്നെ സ്വീകരിക്കും. ഇത്ര പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലേ? ആ ജോൺ വിക്ക് എവിടേക്ക് പോയാലും അവിടെ മൊത്തം നശിക്കും. കുറച്ച് ദേഷ്യത്തോടെയാണ് അവൾ അത്രയും പറയുന്നത്. അത് കേൾക്കുമ്പോൾ, നോക്ക് അക്കീറ, നീ ജനിക്കുന്നതിന് മുമ്പ് എനിക്കറിയാവുന്ന ഒരാളാണ് ജോൺ വിക്ക്. അവനെക്കുറിച്ച് ഒരിക്കലും നീ ഇങ്ങനെ പറയരുത്. സോറി ഡാഡ്, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. അങ്ങനെ പുള്ളി നേരെ പോകുന്നത് ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലേക്കാണ്. ഈ സമയം ജോൺ വിക്ക് അവിടെ അയാളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹേയ് ജോൺ, അവസാനം നിനക്ക് സമാധാനം കിട്ടി എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അത് കേൾക്കുന്ന ജോൺ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അയാളൊന്ന് നോക്കുകയാണ്. അത് കാണുമ്പോൾ, നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എൽഡറിനെ കൊന്നത് തെറ്റായി പോയി സുഹൃത്തെ. ന്യൂയോർക്കിലെ കോണ്ടിനെന്റൽ ഹോട്ടൽ തകർത്തുകൊണ്ടാണ് അവരതിന് പ്രതികരിച്ചത്. അടുത്ത് ഞങ്ങളാവുമോ എന്നെന്റെ മോൾക്ക് പേടിയുണ്ട്. കോണ്ടിനെന്റൽ ഹോട്ടൽ തകർത്തോ? അപ്പൊ വിൻസ്റ്റണോ? ജീവനോടെ തന്നെയുണ്ട്. പക്ഷെ അയാളുടെ ഉപദേഷ്ടാവായ ആ ഷെറോണിനെ അവർ കൊന്നു കളഞ്ഞു. അത് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്നതിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ടേബിൾ ഒരിക്കലും അടങ്ങില്ല ജോൺ. നിനക്കത് അറിയാമല്ലോ. അവര് ജീവൻ മാത്രമേ എടുക്കൂ, മരണം മാത്രമേ വിതയ്ക്കൂ. നോക്കു കോജി, നിന്നിങ്ങനെ ബുദ്ധിമുട്ടിച്ചതിൽ നീ എന്നോട് ക്ഷമിക്കണം. ബുദ്ധിമുട്ടില്ലെങ്കിൽ സൗഹൃദത്തിന് എന്ത് വിലയാണുള്ളത് ജോൺ. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ മിസ്റ്റർ നോബഡി ആണെങ്കിൽ ആ പുസ്തകം നോക്കിക്കൊണ്ട് ലോബിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ആ ഹൈ ടേബിളിന്റെ ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടപ്പോൾ തന്നെ അത് മാർക്കിസിന്റെ ടീമാണ് എന്ന കാര്യം മിസ്റ്റർ നോബഡിക്ക് മനസ്സിലായി. അവൻ അവരെ തന്നെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാർക്കിസിന്റെ വലങ്കൈയായ ഷിഡിയും ടീമുമാണ്. ഷിഡി നേരെ പോകുന്നത് അക്കീറയുടെ അടുത്തേക്കാണ്. എനിക്ക് മാനേജർ ഒന്ന് കാണണം എന്നാണ് അയാൾ പറയുന്നത്. അവരെ കണ്ടപ്പം അത് ഹൈ ടേബിളിന്റെ ആൾക്കാരാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ഞാൻ മാനേജർ വിളിക്കാം, നിങ്ങൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യും എന്നാണ് അവൾ പറയുന്നത്.
അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഇവിടെ നിന്ന് ഒഴിപ്പിക്കണം എന്നാണ് അക്കീര അവളുടെ കൂടെ നിൽക്കുന്ന ആളുടെ അടുത്ത് പറയുന്നത്. അവനാണെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയവും കോജിയും ജോൺ വിക്കും സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ പാത മരണത്തിലേക്കുള്ളതാണ് ജോൺ, എനിക്കറിയാം കോജി, പക്ഷെ അവരെന്നെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാവരെയും ഞാൻ കൊല്ലും. നീ അതിന് ശ്രമിക്കുമെന്ന് എനിക്കറിയാം, എന്നാൽ എല്ലാവരെയും കൊല്ലാൻ ആർക്കും കഴിയില്ല, നിനക്ക് പോലും. നിനക്കിനി മരിക്കണം എന്നാണോ? ആണെങ്കിൽ അത് നിന്റെ തീരുമാനം. പക്ഷെ നല്ലൊരു മരണം നല്ലൊരു ജീവിതത്തിന് ശേഷം മാത്രമേ ലഭിക്കൂ. നല്ലൊരു ജീവിതമൊക്കെ ഞാനും നീയും എന്നേ ഉപേക്ഷിച്ചതല്ലേ കോജി. ഈ സമയത്താണ് ഹൈ ടേബിളിന്റെ ആൾക്കാരൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അക്കീര അങ്ങോട്ട് ഓടി വരുന്നത്. ഈ സമയത്താണ് ജോൺ വിക്ക് അവിടെ ഉണ്ട് എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അവൾ അത് പറയുമ്പോൾ, നോക്ക അക്കീറ, മിസ്റ്റർ വിക്ക് നമ്മുടെ അതിഥിയാണ്. ഹൈ ടേബിളിന്റെ ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിക്കാം, ഇവൻ ഇവിടെ ഉണ്ട് എന്ന കാര്യം അവർക്ക് അറിയത്തില്ല. പിന്നെ നീ എങ്ങോട്ടും പോകാൻ പാടില്ല, നീ ജോൺ വിക്കിന്റെ അടുത്ത് തന്നെ നിൽക്കണം എന്ന് മകളുടെ അടുത്ത് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. ഹൈ ടേബിളിന്റെ ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്ന വഴി കോജി അയാളുടെ ചില ആളുകളെ മീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിഥികളൊക്കെ വന്നിട്ടുണ്ട്, അവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിന്നോ എന്ന് പറഞ്ഞിട്ടാണ് കോജി അവിടെ നിന്ന് പോകുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവർ വേഗം ചെന്നിട്ട് അവരുടെ വെപ്പൺസും കാര്യങ്ങളും എടുക്കുകയാണ്. അങ്ങനെ കോജി ഇപ്പോ ആ ഹൈ ടേബിളിന്റെ ആൾക്കാരുടെ അടുത്ത് എത്തി. ഒസാക്ക കോണ്ടിനെന്റിലേക്ക് സ്വാഗതം ജെന്റിൽമാൻ, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? ഈ ഹോട്ടൽ ഒരു എക്സ് കമ്മ്യൂണിക്കേറ്ററെ സഹായിക്കുന്നു എന്നതിന് ടേബിളിന്റെ കയ്യിൽ തെളിവുകളുണ്ട്. അതൊരു ഗുരുതര ആരോപണമാണല്ലോ. നിങ്ങളുടെ ഹോട്ടലിന്റെ മുഴുവൻ നിയന്ത്രണവും ഞങ്ങൾക്ക് വേണം. തീർച്ചയായിട്ടും, പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയും കോണ്ടിനെന്റലിന്റെ അകത്ത് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തോക്കുകളൊക്കെ സറണ്ടർ ചെയ്യണം. നോക്കൂ മിസ്റ്റർ കോജി, മാർക്കിസിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ. ആയിരിക്കാം, പക്ഷെ ഇത് ഒസാക്കയാണ്, ഞാനാണ് ഇവിടുത്തെ പ്രതിനിധി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തോക്കുകളൊക്കെ തരേണ്ടതാണ്. ന്യൂയോർക്കിൽ ആ മണ്ടൻ ചെയ്ത തെറ്റ് നീയോ ആവർത്തിക്കാണോ? മണ്ടന്മാർ സംസാരിക്കും, ഭീരുക്കൾ വാ തുറക്കത്തില്ല, എന്നാൽ ബുദ്ധിയുള്ളവൻ അനുസരിക്കും എന്നാണ് കോജി ഇതിന് മറുപടി പറയുന്നത്. ഈ സമയത്താണ് കെയ്ൻ അങ്ങോട്ട് വരുന്നത്. നീ ഈ കൂട്ടത്തിൽ ഏതിൽ പെടും എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൻ അങ്ങോട്ട് വരുന്നത്. ഓ കെയ്ൻ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം താൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. താനിപ്പോ ഇവരുടെ കൂടെയാണല്ലേ? അറിയാമല്ലോ കോജി, ഇത് അവസാനിപ്പിക്കാൻ നമ്മൾ ചോര വീഴ്ത്തേണ്ട ഒരാവശ്യവുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോ. ഇല്ല കോജി, അങ്ങനെ പോവാൻ പറ്റത്തില്ല. നിനക്കറിയാമല്ലോ, ടേബിളിന് ആരും എതിർക്കാറില്ല. അത് നീ ഒരിക്കൽ മനസ്സിലാക്കിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാഹോദര്യത്തിന്റെ അർത്ഥം താൻ മനസ്സിലാക്കിയ കാലം ഞാനും ഓർക്കുന്നു കെയ്ൻ. മതി, നിർത്ത് നിങ്ങളുടെ പഴയകാലത്തെ സംഭാഷണം. മാർക്കിസിന്റെ ഉത്തരവ് അനുസരിച്ചിട്ട് ഈ ഹോട്ടലിന്റെ അധികാരം റദ്ദ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് വഴിന്ന് മാറ്. വളരെ അഹങ്കാരത്തോടെയാണ് ഷിഡി അത്രയും പറയുന്നത്. ഈ സമയം കോജി ആണെങ്കിൽ അവന്റെ കയ്യിൽ ഒരു ബട്ടണിൽ ഞെക്കാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ കറണ്ട് പോകുന്നു. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റാണ്. എന്നാൽ അവന്മാരെ എല്ലാം കൊന്നുകളയാന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന കാര്യം കോജിക്കും ടീമിനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അവർ അവിടെ നിന്ന് പിന്മാറുകയാണ്. അങ്ങനെ ഷിഡിയുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ജോണിനെ അന്വേഷിച്ച ഹോട്ടലിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങി. ഇതേ സമയം തന്നെ അക്കീറയാണെങ്കിൽ ജോണിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ എങ്ങാനും ഇവിടെ വെച്ചിട്ട് അവരെ കണ്ടെത്തുകയാണെങ്കിൽ ടേബിൾ എന്റെ അച്ഛനെയും എന്നെയും കൊന്നുകളയും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി നീയാണ്. നീ നിയമങ്ങൾ ലംഘിച്ചത് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നൊക്കെയാണ് അക്കീറ ഇങ്ങനെ പറയുന്നത്. ഈ സമയത്താണ് ഒരാൾ അങ്ങോട്ട് ഓടി വരുന്നത്. ഹോട്ടൽ മൊത്തം അവന്മാര് പിടിച്ചെടുത്തു എന്നാണ് അയാൾ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവൾ അവളുടെ കോട്ട് ഊരിവെക്കുകയാണ്. അതിനുശേഷം നിന്റെ കയ്യിൽ ഗണ്ണുണ്ടോ എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേട്ട ഉടനെ ജോൺ അവന്റെ ഗണ്ണ് എടുക്കുകയാണ്. ഈ സമയത്താണ് ടേബിളിന്റെ ആൾക്കാരൊക്കെ അങ്ങോട്ടും കയറി വരുന്നത്. അങ്ങനെ ജോണും അക്കീരിയും അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം തന്നെ ആ ഷിഡിയും ടീമും ഇപ്പൊ ആ റെസ്റ്റോറന്റിലെ കിച്ചണിലേക്കാണ് പോയിരിക്കുന്നത്. ഷിഡി നോക്കുമ്പോൾ ആ കെയ്ൻ ആണെങ്കിൽ അവിടെ ഇരുന്നൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ, എടോ കണ്ണുവട്ട, താനിവിടെ എന്ത് കാണിച്ചുകൊണ്ടിരിക്കാടോ, തനിക്ക് ജോലിയൊന്നും ഇല്ലേ എന്നാണ് ഷിഡി ചോദിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവൻ കഴിക്കുന്ന പ്ലേറ്റ് അവൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്റെ ഒരു കിടലം ഫൈറ്റ് ആണ്. ഇവന് കണ്ണ് കാണത്തില്ല എന്നേ ഉള്ളൂ, പക്ഷെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ് അവൻ. ശബ്ദം വെച്ചിട്ടാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത്. ഇതേ സമയം തന്നെ അക്കിറയാണെങ്കിൽ ഹോട്ടലിനകത്താണ്. അവിടെ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ അവൾക്ക് വെടിയേറ്റിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ജോൺ വിക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവളെ ഷൂട്ട് ചെയ്തവനെ അവൻ ഉടനെ തന്നെ കൊന്നുകളയാണ്. അങ്ങനെ ജോൺ അവളെ അവളുടെ അച്ഛനെ തന്നെ ഏൽപ്പിച്ചു. ഈ സമയം കോജി ജോണിന്റെ അടുത്തൊരു കാര്യം പറയാൻ തുടങ്ങി. വന്ന വഴിയെ നീ രക്ഷപ്പെട്ടോണം, ഉമേദ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് നീ ആരെ കണ്ടാലും അമ്മാരെ എല്ലാം കൊന്നുകളഞ്ഞേക്ക് എന്നാണ് കോജി പറയുന്നത്. ജോൺ ആണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ പറഞ്ഞതുപോലെ തന്നെ അവൻ പോകുന്ന വഴിയിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നുകളയാണ്. എന്നാൽ ഈ സമയത്താണ് ആ കെയ്ൻ അവന്റെ മുന്നിലേക്ക് വരുന്നത്. ഓ നീയോ, അവർ നിന്നോട് എന്നെ കൊല്ലാൻ പറഞ്ഞല്ലേ? അതെ ജോൺ, എനിക്ക് നിന്നെ കൊന്നേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം കെയ്ൻ എന്ന് പറഞ്ഞിട്ട് ജോൺ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി.
എന്നാൽ അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് മിസ്റ്റർ നോബഡി അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത്. അത് കണ്ട ഉടനെ അവർ അവിടെ നിന്ന് ഓടി മാറുകയാണ്. പക്ഷെ ഇവിടെ ആ നോബഡി ആരെയും കൊല്ലുന്നില്ല. അവനിപ്പോ വെയിറ്റ് ചെയ്യുന്നത് ജോൺ വിക്കിന്റെ തലയുടെ വില ഇങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഹൈ ടേബിൾ ഇപ്പോ ജോണിന്റെ തലയുടെ വില ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ്. $20 മില്യൺ ഇപ്പൊ അവന്റെ തലയ്ക്കുള്ള വില. അങ്ങനെ ജോൺ ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം ആ ഹൈ ടേബിളിന്റെ ആൾക്കാർ വീണ്ടും അവനോട് ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുത്തനെ കൊന്നു കഴിയുമ്പോൾ അവന്റെ കോട്ടിലായിട്ട് ഒരു ബാഡ്ജ് അവൻ കാണുന്നുണ്ട്. ജോൺ ഉടനെ തന്നെ ആ ബാഡ്ജ് ഊരിയെടുക്കാണ്. ഈ സമയത്താണ് വേറെയും 2 ആൾക്കാർ അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. എന്നാൽ പെട്ടെന്നാണ് ആ നോബഡിയുടെ പട്ടി അങ്ങോട്ട് വാങ്ങി വരുന്നത്. വന്ന ഉടനെ തന്നെ ആ പട്ടി അവന്മാരെ കടിച്ചു കുടയാൻ തുടങ്ങി. അതിനിടയിലാണ് നോബഡി ജോണിന്റെ അടുത്തേക്ക് വരുന്നത്. ഡാം ജോണി, ഇത് നീ ഉണ്ടാക്കിയ പ്രശ്നമാണ്. അത് പറയാൻ നീ ആരാണ്? എനിക്ക് നിന്നെ അറിയത്തില്ലല്ലോ. പക്ഷെ എനിക്ക് നിന്നെ അറിയാൻ ജോൺ. ഓ, അപ്പൊ നീ ഒരു ട്രാക്കർ ആണല്ലേ? ഇപ്പൊ എന്റെ തലയ്ക്ക് എത്രയാണ് അവര് റേറ്റ് പറയുന്നത്? അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അത്ര പോരാ. അവരിനിയും കൂട്ടട്ടെ, അതുവരെ ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ടാവും എന്നാണ് നോബഡി പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പൊ അവനൊരു ഫൈറ്റിന് വരത്തില്ല എന്ന കാര്യം ജോണിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും കോജി ആണെങ്കിൽ അക്കിരയും കൊണ്ട് ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അവര് നോക്കുമ്പോൾ അവരുടെ മുന്നിലായിട്ട് ആ കെയ്ൻ ഇരിക്കുന്നുണ്ട്. ഇല്ല കോജി, നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. ആദ്യം ജോൺ വിക്ക് എവിടെയാണെന്ന് പറ, എന്നിട്ട് നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ എന്നാണ് കെയ്ൻ പറയുന്നത്. അത് കേൾക്കുന്ന കോജി ആണെങ്കിൽ അക്കിരെ അവിടെ ഇരുത്തിയതിനു ശേഷം നേരെ കെയ്ന്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റിനൊടുവിൽ കെയ്ൻ കോജിയെ കൊന്നുകളയാണ്. അതെല്ലാം കണ്ട് അക്കിരയാണെങ്കിൽ ആകെ വിഷമത്തിലിരിക്കുകയാണ്. ഈ സമയം ആ കെയ്നെ കൊല്ലാൻ വേണ്ടി അവൾ അവിടെ കിടക്കുന്ന വാളെടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ വേണ്ട അക്കിര, നീ അതിന് ശ്രമിക്കണ്ട, നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക് എന്നാണ് കെയ്ൻ പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ അവൾക്ക് എന്തായാലും അവനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ എനിക്കറിയാം നീ ഉറപ്പായിട്ട് എന്നെ തേടി വരുമെന്ന്, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കാം എന്നാണ് കെയ്ൻ പറയുന്നത്. അത് കേൾക്കുന്ന അക്കിരയാണെങ്കിൽ ഒന്നും മിണ്ടാതെ വളരെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ജോൺ നേരെ പോകുന്നത് ആ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇപ്പൊ ഒരു ട്രെയിൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൻ ഉടനെ തന്നെ ആ ട്രെയിനിന്റെ അകത്തേക്ക് കയറുന്നു. എന്നാൽ ഈ സമയത്താണ് അക്കീർ അവന്റെ അടുത്തേക്ക് വരുന്നത്. ആരാണ് അയാൾ എന്നാണ് അവൾ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത്. അത് ഞങ്ങളുടെ പഴയൊരു സുഹൃത്താണ് എന്നാണ് ജോൺ അതിന് മറുപടി പറയുന്നത്. നീ കാരണമാണ് എന്റെ അച്ഛൻ മരിച്ചത്, നിന്റെ ചെയ്തികൾ കാരണം. അതുകൊണ്ട് ഒന്നുകിൽ നീ അയാളെ കൊല്ലണം, അല്ലെങ്കിൽ ഞാൻ അയാളെ കൊല്ലും. ഓക്കെ അക്കീറ, എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അക്കീറ ട്രെയിനിൽ നിന്ന് ഇറങ്ങാണ്. ഇതേ സമയം തന്നെ വിൻസ്റ്റൺ ആണെങ്കിൽ അയാളുടെ ഹോട്ടലിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ആ ബൗറി അങ്ങോട്ട് വന്നിട്ടുണ്ട്. വന്നതിന് ഒരുപാട് നന്ദി ബൗറി. നന്ദിയൊക്കെ എന്തിനാണ് പറയുന്നത്? നമ്മളെല്ലാവരും ഇപ്പൊ പെരുവഴിയിലല്ലേ? ഇപ്പൊ നമ്മൾ ഒന്നിച്ചാണ് നിൽക്കേണ്ടത്. എനിക്ക് ഉടനെ തന്നെ ജോണിനോടൊന്ന് സംസാരിക്കണം. അവസാനം നീ അവനോട് സംസാരിച്ചപ്പോ താൻ അവനെ വെടിവെച്ചിട്ടില്ലേ? അതെനിക്ക് വേറെ വഴിയില്ലാത്തോണ്ട് ചെയ്തതാണ്. എല്ലാം അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. അങ്ങനെ നിങ്ങൾ പറയരുത് വിൻസ്റ്റൺ, തോക്ക് നിങ്ങളുടെ കയ്യിലായിരുന്നില്ലേ? തനിക്ക് വരാനിരിക്കുന്ന അപകടം എന്താണെന്ന് ജോൺ അറിയണം. ഈ മാർക്കിസ് ഒരു തല തീർച്ചവനാണ്. ടേബിൾ ആണെങ്കിൽ അവൻ അഴിച്ചു വിട്ടേക്കാണ്. ഓ മൈ ഡിയർ വിൻസ്റ്റൺ, നിങ്ങളുടെ ഈ കരുതലുണ്ടല്ലോ വളരെ ഹേർട്ട് ടച്ചിങ് ആണ്. പക്ഷെ എന്നോട് പറ, സത്യം പറ, ആ ഫ്രഞ്ചുകാരൻ നിന്നെ എന്തിനാണ് കൊല്ലാതെ വിട്ടത്? കൊല്ലപ്പെട്ടാൽ ഒരാൾ ഒരു രക്തസാക്ഷിയായിട്ട് മാറും. ജീവനോടെ വിട്ടാൽ അവനൊരു ഭീരുവോ ചതിയനോ ആവും. അപ്പൊ നിങ്ങൾ ഇതിലേതാണ്? ഞാനിതിൽ രണ്ടുമല്ല, ഞാനൊരു അപമാനിതനാണ്. ഇതേ സമയം തന്നെ ആ ഹാർബിഞ്ചർ ഇപ്പൊ ആ മാർക്കിസിന്റെ അടുത്ത് നിൽക്കാണ്. കോണ്ടിനെന്റൽ ഹോട്ടലുകളിൽ ആളുകളെ കൊന്നു തള്ളുന്നത് ജോൺ വിക്കിനെ കൊല്ലുന്നതിലേക്ക് എങ്ങനെ എത്തിക്കും എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ആ ഹാർബിഞ്ചർ അയാളോട് പറയുന്നത്. ഈ ക്യാമ്പയിൻ ജോൺ വിക്കിനെ കൊല്ലാനുള്ളതല്ല, ജോൺ വിക്ക് എന്ന ആശയത്തെ കൊല്ലാനുള്ളതാണ്. അതിനുവേണ്ടി എനിക്ക് ഈ ആശയവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും നശിപ്പിച്ചേ പറ്റൂ. നോക്കൂ മാർക്കീസ്, ഒസാക്കയിലെ രക്തച്ചൊരിച്ചിൽ അനാവശ്യമായിരുന്നു. അല്ല ഹാർബിഞ്ചർ, രക്തച്ചൊരിച്ചിൽ അതാണ് പോയിന്റ് എന്നാണ് മാർക്കീസ് അതിന് മറുപടി പറയുന്നത്. അതേക്കുന്ന ഹാർബിഞ്ചർ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ ആ കെയ്നും അതുപോലെ മിസ്റ്റർ നോബഡിയും മാർക്കീസിനെ കാണാൻ വേണ്ടി അയാളുടെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ മിസ്റ്റർ നോബഡി, എങ്ങനെ നിനക്ക് ജോൺ വിക്കിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും? ആദ്യം നിങ്ങൾ കാശ് താ, എന്നിട്ട് ഞാൻ പറയാം. അത്തരമൊരു സേവനത്തിന് എത്ര കാശാണ് നിനക്ക് വേണ്ടത്? 25 മില്യൺ എനിക്ക് കിട്ടണം. മാത്രമല്ല എന്റെ പെൻഷൻ പ്ലാനിലേക്ക് നല്ലൊരു തുകയും. അത് അവന്റെ മരണശേഷം മതി. ഓ, ഒരിക്കൽ ഞങ്ങൾ അവനെ കണ്ടെത്തിയതാ, ഇനിയും ഞങ്ങൾ കണ്ടെത്തിക്കോളാം. അതുകൊണ്ട് നിന്റെ സേവനം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മാർക്കിസ് അവിടെ നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോ എപ്പം നീ അവനെ കണ്ടെത്തുമെന്നാണ് നീ പറയുന്നത്? അതിനു മുമ്പ് നിന്നെ അവൻ പെട്ടിയിലാക്കും. ഐ ലൈക്ക് യു. എനിക്ക് നിന്നെ അങ്ങ് ബോധിച്ചു. $20 മില്യൺ നമുക്ക് ഈ ഡീൽ അങ്ങോട്ട് ഉറപ്പിക്കാം. പറ്റത്തില്ല മാർക്കീസ്, ഒരു 23 മില്യണെങ്കിലും കിട്ടണം. വളരെ അഹങ്കാരത്തോടു കൂടിയാണ് നോബഡി ആ വില പറയുന്നത്. അത് കേട്ട ഉടനെ മാർക്കീസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവന്റെ കൈ അവിടെ വെച്ചിട്ട് ഒരു കത്തി വെച്ചിട്ട് ആ കയ്യിൽ കുത്തിയിറക്കാണ്. ഒന്നുകിൽ നിനക്ക് ഈ കത്തി വലിച്ചൂരാം, അല്ലെങ്കിൽ നിന്റെ കൈ വലിച്ചൂരാം. ഒന്ന് തന്നോട് മാത്രം പ്രതിബദ്ധതയുള്ള ഒരാളെ കാട്ടിത്തരും, മറ്റേതാണെങ്കിൽ പ്രവൃത്തിയിൽ പ്രതിബദ്ധതയുള്ള ഒരാളെ കാട്ടിത്തരും. നീ അതിലേതാണ് എന്നാണ് മാർക്കീസ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവനാണെങ്കിൽ അവന്റെ കൈ വലിച്ചൂരാണ്. അതായത് അവൻ പ്രവൃത്തിയിൽ പ്രതിബദ്ധതയുള്ള ആളാണ്. എന്തായാലും അവൻ ജോൺ വിക്കിനെ കൊല്ലും.
അങ്ങനെ അവൻ കൈ വലിച്ചൂരുമ്പോൾ അയാളാണെങ്കിൽ അവൻ പറഞ്ഞ കാശിന് ആ ഡീല് സമ്മതിക്കുകയാണ്. ഇതേ സമയം തന്നെ ജോൺ നേരെ പോയിരിക്കുന്നത് ആ വിൻസ്റ്റനെ കാണാൻ വേണ്ടിയിട്ടാണ്. പുള്ളി ഇപ്പം നിൽക്കുന്നത് ഷെറോന്റെ കല്ലറയുടെ മുന്നിലാണ്. ഹേ വിൻസ്റ്റൺ, മൈ കണ്ടോളൻസസ്. ഷെറോൺ നല്ലൊരു മനുഷ്യനായിരുന്നു. ശരിയാണ് ജോൺ, അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷെ നമ്മുടെ പാപങ്ങൾക്ക് അവൻ ബലിയാടായി. വിൻസ്റ്റൺ അത് പറയുമ്പോൾ ജോൺ നേരത്തെ എടുത്ത ആ ബാഡ്ജാണ് അയാളെ കാണിക്കുന്നത്. ഇത് ആരുടേതാണെന്ന് പറയാൻ പറ്റുമോ? ഇത് മാർക്കിസിന്റെ ടീമിന്റേതാണ്. നിന്നെ കൊല്ലുമെന്ന് ഉറപ്പ് കൊടുത്തതുകൊണ്ട് മാത്രം ഹൈ ടേബിൾ അവന് മൊത്തം അധികാരങ്ങളും നൽകി. ടേബിളിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവന്റെ കീഴിലാണ്. ഓ അങ്ങനെയാണോ? അവനിപ്പോ എവിടെ ഉണ്ടാവും? പാരീസിലുണ്ടാവും. ഈ സമയം ജോൺ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ ഇത് എവിടെ ചെന്നിട്ട് അവസാനിക്കും ജോൺ? അവന്റെ മരണത്തിൽ. ഓ എന്നിട്ട് നീ ഒന്നും പഠിച്ചില്ലേ ജോൺ ഇതുവരെയായിട്ടും? നീ ഒരു പക്ഷെ ആ മാർക്കിസിനെ കൊല്ലുമായിരിക്കും. പിന്നെന്താ സംഭവിക്കുക? അവന്റെ ശവത്തിന്റെ ചൂട് മാറും മുമ്പ് അവർ പുതിയൊരാളെ നിയമിക്കും. നിന്റെ മുന്നിലുള്ളത് ടേബിളാണ് ജോൺ. നിന്റെ തോക്കിലെ ഉണ്ട മൊത്തം തീരുന്നല്ലാതെ അവരുടെ മുഴുവൻ ആളൊന്നും ചാവാൻ പോകുന്നില്ല. കാരണം അത്രമാത്രം ആൾക്കാർ അവരുടെ കൂടെയുണ്ട്. ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, അവനെ കൊല്ലണം. എന്നാൽ അത് ബുദ്ധിപൂർവ്വമായിരിക്കണം. നിനക്ക് സ്വാതന്ത്ര്യം നൽകാൻ അവനോട് ആവശ്യപ്പെടണം. എങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റും ജോൺ. അവന്റെ നിയമങ്ങളും അനന്തരഫലങ്ങളും അവനെതിരെ തന്നെ പ്രയോഗിക്കണം. നേർക്ക് നേരുള്ള ഒരു പോരാട്ടത്തിന് നീ അവനെ വെല്ലുവിളിക്കണം. നീ കേട്ടിട്ടില്ലേ ഡ്യുവൽ? അപ്പൊ നിങ്ങൾ പറയുന്നത് ഈ ഡ്യുവൽ എന്ന സംഭവം സത്യമാണെന്നാണോ? അതെ ജോൺ, അവയൊക്കെ സത്യമാണ്. ഈ ഡ്യുവലാണ് ഹൈ ടേബിളിന്റെ ഫൗണ്ടേഷൻ. പെട്ടെന്ന് പ്രകോപിതരാവുന്ന അംഗങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ തടയാനുള്ളത്. അതിലും ജയവും തോൽവിയും ഉണ്ട്. നിനക്ക് വേണ്ടത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. അതിന് ഡ്യുവൽ അല്ലാതെ നിന്റെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല. പക്ഷെ ഞാൻ ടേബിളിലെ അംഗമല്ലല്ലോ. അംഗമല്ലായിരിക്കാം, പക്ഷെ നിനക്ക് കുടുംബക്കാരില്ലേ? ഒരു വെല്ലുവിളി നടത്തിയിട്ട് നിന്നെ പ്രതിനിധിയാക്കാൻ നീ അവരോട് പറയണം. ഏത് കുടുംബമാണ് എനിക്കുള്ളത് വിൻസ്റ്റൺ? റുസ്കറോമയെ കുറിച്ചിട്ടാണോ നിങ്ങൾ പറയുന്നത്? പക്ഷെ അവരെന്റെ ടിക്കറ്റ് കീറിയില്ലേ? എങ്കിൽ നീ ബെർലിനിൽ ചെന്നിട്ട് അത് വീണ്ടെടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ ശവപ്പറമ്പിൽ തന്നെ നിനക്കും റെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വിൻസ്റ്റൺ അവിടുന്ന് പോവാണ്. അങ്ങനെ വിൻസ്റ്റൺ പറഞ്ഞതുപോലെ ജോൺ നേരെ പോകുന്നത് ബെർലിനിലേക്കാണ്. ഒരു പള്ളിയിലേക്കാണ് അവൻ ചെല്ലുന്നത്. അവിടുത്തെ ഫാദറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എനിക്ക് പിയോട്ടർ അങ്കിളിനോടൊന്ന് സംസാരിക്കണം എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അത് കേട്ട ഉടനെ തന്നെ ഫാദർ അയാളുടെ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ജോൺ ധരിച്ചിരിക്കുന്നത് ബുള്ളറ്റ് പ്രൂഫ് കോട്ടാണ്. അതുകൊണ്ട് തന്നെ അവനൊന്നും പറ്റുന്നില്ല. അങ്ങനെ അവനെ ഒരു സ്ഥലത്ത് കെട്ടിത്തൂക്കുകയാണ്. ഈ സമയത്താണ് അവന്റെ സ്റ്റെപ്പ് സിസ്റ്റർ അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് കാറ്റിയ എന്നാണ്. ഓ, മുടിയനായ പുത്രൻ തിരിച്ചെത്തിയോ? പക്ഷെ ഇതിപ്പോ നിന്റെ വീടല്ലല്ലോ. ഞാൻ ഇവിടെ താമസിക്കാൻ വന്നൊന്നല്ല. എനിക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം. നമ്മളിപ്പോഴും ടേബിളിന് കീഴിലാണെന്ന് നീ മറന്നു ജോൺ? പിന്നെ നിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചിരുന്നു. അവസാനമായിട്ട് നിന്നെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് നീ ഇപ്പോൾ എക്സ്കമ്മ്യൂണിക്കേറ്റോ ആണെന്നാണ്. മാത്രമല്ല ഇവിടുത്തെ നിന്റെ ടിക്കറ്റും കീറി കഴിഞ്ഞു. നിനക്കിപ്പോ ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് തീരുമാനിക്കേണ്ടത് നീയല്ല, പിയോട്ടറാണ്. പിയോട്ടറൊക്കെ മരിച്ചു ജോൺ. നീ ആ എൽഡറിനെ കൊന്നതിന് ശേഷം ആ മാർക്കിസ് ഒരാളെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അയാളാണ് എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞത്. ഇതിനൊക്കെ കാരണം നീയാണ്. എനിക്ക് എന്റെ അച്ഛനെ കൊന്നവന്റെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പൊതുശത്രുവാണുള്ളത്. നമുക്ക് പരസ്പരം സഹായിക്കാം. എന്താണ് ജോൺ നീ പറയുന്നത്? സ്വന്തം കാര്യം പോലും നിനക്കിപ്പോ നോക്കാൻ പറ്റുന്നില്ല. നീ എങ്ങനെയാ ഞങ്ങളെ സഹായിക്കുന്നത്? പറ്റും കാത്തിയ, ഈ മാർക്കിസിനെ എനിക്ക് കൊല്ലാൻ പറ്റും. അപ്പൊ അവര് വേറൊരാളെ നിയമിക്കത്തില്ലേ? അവന്റെ മരണം ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല. മാറ്റം ഉണ്ടാക്കും കാത്തിയ. ഞാൻ അവനൊരു ഡ്യുവലിൽ കൊന്നാൽ എല്ലാത്തിനും മാറ്റം ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ അവൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അവൾ ഉടനെ തന്നെ ആ പള്ളിയിലച്ഛൻ്റെ അടുത്ത് ഈ ഡ്യുവലിനെ കുറിച്ച് ചോദിക്കുകയാണ്. പള്ളിയിലച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ പറഞ്ഞത് ശരിയാണ്, അങ്ങനത്തെ കീഴ്വഴക്കങ്ങളുണ്ട്. പക്ഷെ ഡ്യുവലിന് ടേബിൾ അനുമതി നൽകണമെങ്കിൽ ഇവനൊരു കുടുംബത്തിലെ അംഗമായിരിക്കണം, സ്ഥാനചിഹ്നവും ഉണ്ടായിരിക്കണം. ആ പള്ളിയിലച്ഛൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവൾ വീണ്ടും ജോണിന്റെ അടുത്തേക്ക് പോവാണ്. നീ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഒരുപാടെണ്ണത്തിനെ കൊന്നതല്ലേ? തിരിച്ചു കയറാൻ നീ ഒരാളെ കൊന്നാൽ മതി. അതെന്റെ അച്ഛനെ കൊന്നവനാണ്. എന്നാൽ അത് ആരാണെന്ന് പറ. കീല ഹർക്കാൻ. അവൻ ചത്താൽ നിന്റെ ടിക്കറ്റ് ഞാൻ ശരിയാക്കി തരാം. മാത്രമല്ല അവൻ ചത്തതിന്റെ തെളിവ് നീ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അവൾ അവൻ ആ കയറിൽ നിന്ന് റിലീസ് ചെയ്യാണ്. അങ്ങനെ ജോൺ നേരെ പോകുന്നത് ആ ഹർക്കാൻ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്. ഈ സമയം നോക്കുമ്പോൾ ആ കെയ്നും മിസ്റ്റർ നോബോഡി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവര് രണ്ടുപേരും ജോണിനെ കൊല്ലാനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ജോൺ ആണെങ്കിൽ ഈ ഹർക്കാനെ കൊല്ലാനും. ഹർക്കാൻ പറയുന്നത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നമുക്കൊരു ചീട്ടുകളി നടത്താമെന്നാണ്. അവരാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ചീട്ട് കളിക്കാൻ തുടങ്ങി. ഈ സമയം ഹർക്കാൻ ആണെങ്കിൽ കള്ളക്കളിയാണ് കളിക്കുന്നത്. അത് മനസ്സിലായ ഉടനെ തന്നെ ജോൺ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ഫൈറ്റിൽ കെയ്നും നോബോഡിയും ജോണിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അങ്ങനെ അവനെ കൊന്നതിന് ശേഷം അവൻ മരിച്ചു എന്നുള്ള തെളിവിന് വേണ്ടി ജോൺ അവന്റെ ഒരു സ്വർണ്ണ പല്ല് പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതുമായിട്ടാണ് അവൻ കാത്തിയുടെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ അവൻ ആ പല്ല് കാത്തിക്ക് കൊടുത്തു. തന്റെ അച്ഛനെ കൊന്നവൻ മരിച്ചു എന്ന കാര്യം അവൾക്ക് ബോധ്യമായി. അങ്ങനെ അവള് പറഞ്ഞ വാക്ക് അവള് പാലിക്കുകയാണ്. അതായത് അവൾ അവനെ ആ കുടുംബത്തിലേക്ക് തിരിച്ചെടുത്തു. മാത്രമല്ല ആ സ്ഥാനചിഹ്നവും അവന്റെ കയ്യിൽ പച്ചകുത്താണ്. അങ്ങനെ പിറ്റേ ദിവസമായി വിൻസ്റ്റൺ ഇപ്പം ആ മാർക്കിസിനെ കാണാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്.
കീഴ്വഴക്കങ്ങളും നിയമങ്ങളും അനുസരിച്ച് ജോൺ വിക്ക് താങ്കളെ ഒരു ഡ്യുവലിനെ ക്ഷണിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാന്യന്മാരെ പോലെ പരിഹരിക്കാൻ വേണ്ടി. ഓ അങ്ങനെയാണോ? കീഴ്വഴക്കങ്ങളെക്കുറിച്ച് അറിയാവുന്ന പോലെയാണല്ലോ നിങ്ങളുടെ സംസാരം. ജോൺ വിക്കിന്റെ അവസ്ഥയിലുള്ള ഒരാൾക്ക് അത്തരമൊരു വെല്ലുവിളി ഉയർത്താൻ പറ്റത്തില്ലല്ലോ. ഈ സമയം വിൻസ്റ്റൺ അയാളുടെ കയ്യിലുള്ള പേപ്പർ അവന് കാണിച്ചു കൊടുക്കുകയാണ്. പറ്റും മാർക്കിസ്, ജോണിനിപ്പോ കുടുംബത്തിന്റെ സ്ഥാനചിഹ്നമുണ്ട്. അവനിപ്പം റുസ്കോ റോമയുടെ സന്തതിയാണ്. അതിനെക്കുറിച്ചിട്ടെല്ലാം ഈ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഇവരുടെയൊക്കെ വെല്ലുവിളി ഞാൻ എന്തിനു സ്വീകരിക്കണം? കാരണം അങ്ങനെയാണ് നിയമങ്ങൾ. നിങ്ങൾക്കറിയാലോ, നിയമങ്ങളില്ലെങ്കിൽ നമ്മൾ മൃഗങ്ങൾക്ക് സമമാണ്. ഓക്കെ വിൻസ്റ്റൺ, എനിക്ക് മനസ്സിലായി. പക്ഷെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ആശയങ്ങൾ, പുതിയ നിയമങ്ങൾ എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആയിരിക്കാം, എന്നാലും നിങ്ങളിത് സ്വീകരിച്ചേ പറ്റൂ. കാരണം നാം എല്ലാവരും ടേബിളിന് വിധേയരാണ്. പരാജയത്തിന്റെ അനന്തരഫലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പോലും രക്ഷയില്ല. ഓക്കെ, എന്താണ് മിസ്റ്റർ വിക്കിന്റെ ടേംസ്? വിക്ടോറിയ ഫിഡൂസിയ, ടേബിളിനോടുള്ള എല്ലാ ബാധ്യതകളിൽ നിന്നും നീരുപാധികമായ മോചനം. അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ മാർക്കിസ് ആണെങ്കിൽ ഒന്നും പറയുന്നില്ല. അയാൾ അവിടെയുള്ള ഒരു ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഈ സമയം വിൻസ്റ്റൺ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ചരിത്രത്തിൽ മുഴുവനും സേവകരാൽ മാത്രം ഓർമ്മിക്കപ്പെടുന്ന മാർക്കിസുമാരാണ്. പക്ഷെ നീ ടേബിൾ അതിലിരിക്കുന്നവരെല്ലാവരും ഭയക്കുന്ന ജോൺ വിക്കിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന മനുഷ്യനായിട്ട് ഓർമ്മിക്കപ്പെടാം. നിന്റെ വെളിച്ചം, അത്തരത്തിലുള്ള ഒരു മഹത്വം ആർക്കാണ് പ്രവചിക്കാൻ സാധിക്കുക? ഓക്കെ വിൻസ്റ്റൺ, ഞാൻ സമ്മതിച്ചു. ഉച്ചയ്ക്ക് ഈഫൽ ടവറിനടുത്തായിട്ട് നമുക്ക് നിയമങ്ങളൊക്കെ ചർച്ച ചെയ്യാനിരിക്കാം. ജോൺ വിക്കിനെ അങ്ങോട്ട് വിളിച്ചോ എന്നാണ് മാർക്കിസ് പറയുന്നത്. അത് ഞാൻ സമ്മതിച്ചു, ഞാൻ വിളിച്ചോളാം. പക്ഷെ എനിക്ക് ചില ഡിമാൻഡും കൂടെ ഉണ്ട്. അവനെങ്ങാനും ജയിച്ചാൽ അവന്റെ സഹായി എന്ന നിലയിൽ എന്റെ എക്സ് കമ്മ്യൂണിക്കേറ്റോ പിൻവലിച്ചിട്ട് എന്റെ സ്ഥാനം തിരിച്ചു തരണം. ഹൈ ടേബിളിന്റെ ചെലവിൽ തന്നെ എന്റെ ഹോട്ടൽ റീബിൽഡ് ചെയ്തിട്ട് അധികാരങ്ങളൊക്കെ പുനഃസ്ഥാപിക്കണം. തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്യാം എന്നാണ് മാർക്കിസ് അതിന് മറുപടി പറയുന്നത്. അങ്ങനെ വിൻസ്റ്റൺ അറിയിച്ചതിനെ തുടർന്ന് ആ നിയമങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ജോൺ വിക്ക് ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആ ഹാർബിഞ്ചറിന്റെ നേതൃത്വത്തിലാണ് അവരിപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അവരിപ്പോൾ ആ ഡ്യുവലിന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടുപേർ തമ്മിലുള്ള ഫൈറ്റാണ്. എങ്ങനെയാണ് ആ ഫൈറ്റ് ചെയ്യേണ്ടത്, എവിടെ വെച്ചാണ് ആ ഫൈറ്റ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ആ ഫൈറ്റ് നടക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ആ ഡിസ്കഷന് ശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരൊരു ഡീലാക്കി. അതായത് സൂര്യോദയത്തിന്റെ സമയത്തായിരിക്കണം ആ ഫൈറ്റ് നടക്കേണ്ടത്. ഗണ്ണ് വെച്ചിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യേണ്ടത്. പിന്നെയുള്ള കാര്യം, ഈ മാർക്കിസ് അല്ല ജോൺ വിക്കുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് പകരം അവനൊരു നോമിനിയെ വെച്ചിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, അത് കെയ്ൻ ആണ്. ഇനി എങ്ങാനും ഈ പറഞ്ഞ രണ്ടുപേരും സൂര്യോദയത്തിന്റെ സമയത്ത് അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ പിന്നീട് തേടി പിടിച്ചിട്ട് കൊന്നുകളയും. ഈ ഒരു കാര്യം കൂടെ ആ ടേംസിൽ പെടുന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ജോൺ നേരെ പോകുന്നത് പള്ളിയിലേക്കാണ്. ഈ സമയം കെയ്നും അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അവർ സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. കെയ്ൻ, ജോൺ ഗുഡ് ബൈ പറയാണോ? അല്ല കെയ്ൻ, ഹലോ പറയാൻ വന്നതാ. നീ ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിന്റെ ഭാര്യ കേൾക്കുന്നുണ്ടെന്നാണ് നീ വിശ്വസിക്കുന്നത്? അല്ല കെയ്ൻ, പിന്നെന്തിനാ ജോൺ നീ ബുദ്ധിമുട്ടുന്നത്? ഒരുപക്ഷെ എനിക്ക് തെറ്റിയതാണെങ്കിലോ, അവള് കേൾക്കുന്നുണ്ടെങ്കിലോ? മരിച്ചവരൊക്കെ പോയി ജോൺ, നീ ജീവിച്ചിരിക്കുന്നവരെ പറ്റി ചിന്തിക്ക്. നിനക്കറിയോ, എന്റെ മോള് ജനിച്ച ശേഷം ഞാൻ ഈ ജീവിതം മൊത്തത്തിൽ അങ്ങോട്ട് ഉപേക്ഷിച്ചാലോ എന്ന് ആഗ്രഹിച്ചതാണ്. ഉപേക്ഷിച്ചെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എനിക്കത് കഴിഞ്ഞില്ല. നമ്മൾ ശപിക്കപ്പെട്ടവരാണ് ജോൺ, ഞാനും നീയോ ഒക്കെ. പക്ഷെ എന്റെ മോൾ അങ്ങനെയല്ല. അവൾക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ നീയോ അതോ അവളോ എന്നൊരു ഓപ്ഷൻ എന്റെ മുന്നിൽ വരികയാണെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല ജോൺ. എനിക്ക് മനസ്സിലായി കെയ്ൻ, പക്ഷെ ഞാൻ ചിലപ്പോൾ മരിക്കില്ലായിരിക്കും. ഓക്കെ ജോൺ, ശരിക്കും ഞാൻ നിന്നെ മിസ് ചെയ്തു. ഒരു സുഹൃത്തിന്റെ കൂടെ ഇവിടെ ഇരിക്കുന്നതിലൊരു സുഖമുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കെയ്ൻ. എന്തായാലും നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് ജോൺ അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ ആ ഹാർബിഞ്ചറും മാർക്കിസും അവന്റെ ആ ബിൽഡിങ്ങിലാണ്. ഇങ്ങനെയാണോ താൻ പരിഹാരം കാണുന്നത്? ബാബയാഗയോട് ഏറ്റുമുട്ടിയിട്ട് എങ്ങാനും നീ തോറ്റു കഴിഞ്ഞാൽ അത് ഹൈ ടേബിളിന്റെ അടിവേരളക്കും. മാത്രമല്ല അത് ജോണിനെ വിശുദ്ധനാക്കി മാറ്റുകയും ചെയ്യും. അതവൻ ജയിച്ചാലല്ലേ. ഞാൻ ജയിച്ചാലോ മറിച്ചായിരിക്കത്തില്ല സംഭവിക്കുക. നോക്കു മാർക്കിസ്, ഒരാൾ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരിക്കലും ആഗ്രഹിക്കാൻ നിൽക്കരുത്. അത് ഓർക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും സാർ എന്ന് പറഞ്ഞിട്ട് ആ ഹാർബിഞ്ചർ അവിടുന്ന് പോകുന്നു. അതെല്ലാം കേട്ട് മാർക്കിസ് ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഇതേ സമയം ജോൺ വിക്ക് പോകുന്നത് ആ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഈ സമയം ഒരു ട്രെയിൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതിനകത്ത് ആ ബൗറിയും വിൻസ്റ്റണും ഉണ്ടായിരുന്നു. അവരിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് ജോണിന് ഒരു കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കിടിലൻ ബുള്ളറ്റ് പ്രൂഫ് മെറ്റീരിയലാണത്. ഒരാൾ ഏറ്റവും സുന്ദരനായിരിക്കേണ്ടത് ഒന്ന് അയാളുടെ കല്യാണ സമയത്തും ഒന്ന് അയാളുടെ മരണസമയത്തുമാണ് എന്ന് പറഞ്ഞിട്ടാണ് ബൗറി ആ കോട്ട് ജോണിന് കൊടുക്കുന്നത്. ഇതേ സമയം തന്നെ ആ മാർക്കിസ് ആണെങ്കിൽ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അയാളുടെ ദേഷ്യം അങ്ങോട്ട് മാറിയിട്ടില്ല. ഈ സമയത്താണ് ആ ഷിഡി അയാളുടെ അടുത്തേക്ക് വരുന്നത്. ഞാൻ ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം സാർ. നിങ്ങൾ ഈ കാണിക്കുന്നത് മണ്ടത്തരമല്ലേ? മണ്ടത്തരമോ? എന്ത് മണ്ടത്തരം? നിങ്ങളുടെ വിധി ഒരു അന്ധന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണോ? നോക്ക് ഷിഡി, ഈ ലോകത്ത് 3 തരം ആണുങ്ങളാണുള്ളത്. ജീവിക്കാൻ എന്തെങ്കിലും കാരണമുള്ളവർ, മരിക്കാൻ എന്തെങ്കിലും കാരണമുള്ളവർ, പിന്നെ ഒന്ന് കൊല്ലാൻ എന്തെങ്കിലും കാരണമുള്ളവർ. ജോൺ വിക്കിന് ഇത്തരം കാരണങ്ങളൊന്നുമില്ല. അവനൊരു ശവപ്പറമ്പ് തേടി നടക്കുന്ന ഒരു പ്രേതം മാത്രമാണ്. എന്നാൽ ആ അന്ധനുണ്ടല്ലോ, അവൻ അങ്ങനെയല്ല. അവന് ഈ 3 കാരണങ്ങളും ഉണ്ട്.
ഇതൊന്നും കൂടാതെ നാളെ പുലർച്ചയ്ക്കുള്ള ഡ്യുവലിന് ജോൺ ഒരിക്കലും എത്തിച്ചേരത്തില്ല എന്നൊരു തോന്നൽ കൂടെ എനിക്കുണ്ട് എന്നൊരു മറുപടിയാണ് മാർക്കിസ് അവന്റെ അടുത്ത് പറയുന്നത്. ജോൺ വിക്ക് നാളെ രാവിലെ എത്തത്തില്ല എന്ന് അയാൾ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയാനുള്ള കാരണം അയാൾ അത്രയും സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ആ മാർക്കിസിന്റെ നിർദ്ദേശപ്രകാരം ജോൺ വിക്കിന്റെ തലയുടെ റേറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പൊ $26 മില്യൺ ആണ്. ആ റേറ്റ് ഉയർത്തിയ കാര്യങ്ങളൊക്കെ അവിടുത്തെ റേഡിയോയിലൂടെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ജോണും കൂട്ടരും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം ജോൺ ആണെങ്കിൽ ആ വിൻസ്റ്റന്റെയും ബൗറയുടെ എടുത്തിരിക്കുകയാണ്. ഓ, അപ്പൊ പരിപാടി അവന്മാര് തുടങ്ങിയല്ലേ? തുടങ്ങട്ടെ, എനിക്കിപ്പോ ഒരു തോക്ക് കിട്ടുമോ? ജോൺ ആണത് ചോദിക്കുന്നത്. അത് നീ ചോദിക്കത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. നിനക്ക് വേണ്ടി ഒരു തോക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഇത് കണ്ടില്ലേ? 9mm പിറ്റ് വൈപ്പറാണിത്. 21 റൗണ്ട് കപ്പാസിറ്റിയുള്ള മാഗസിനാണിതിൽ. ഇരു കൈയിലും ഒരുപോലെ സുരക്ഷിതം. ഇത് വളരെ പെട്ടെന്ന് എനിക്ക് റീലോഡ് ചെയ്യാൻ സാധിക്കും. 2 പൗണ്ട് ശക്തി മാത്രം വേണ്ട ട്രിഗർ. വളരെ അടുത്ത് നിന്ന് ഇത് വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണെങ്കിൽ വളരെ ഭീകരമായിട്ട് തന്നെ ഈ വൈപ്പർ ഫയർ ചെയ്യും. ബൗറി അതൊക്കെ പറയുമ്പോൾ ജോൺ ആണെങ്കിൽ ആ തോക്കൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം അവർ ഉടനെ തന്നെ ബൗറിയുടെ ഒരു ബോട്ടിലാണ് പള്ളിയിലേക്ക് പുറപ്പെടുന്നത്. ഇനി നേരം വെളുക്കാൻ വളരെ കുറച്ച് സമയമുള്ളൂ. അതിനുള്ളിൽ അവൻ അവിടെ എത്തണം. അങ്ങനെ അവർ ആ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കിസ് ഒരു കാര്യം പറയുന്നത്. നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുളത്തിൽ ഒരു ചെറുവിരൽ പോലും മുക്കരുതെന്ന്. അന്ന് ഞാൻ നിന്നെ അത് ഉപദേശിച്ചപ്പോൾ ഞാൻ നനയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട വിൻസ്റ്റൺ. ഇന്നത്തോടെ ഇതെല്ലാം അവസാനിക്കാൻ പോവാണ്. നിനക്കറിയോ ജോൺ, ഷാരോന്റെ ശവമടക്കിനന്ന് അവന്റെ കല്ലറയിൽ എന്ത് എഴുതണം എന്നെനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ആകെ കുഴങ്ങി നിൽക്കുകയായിരുന്നു. എന്നിട്ട് അവസാനം ഞാൻ എഴുതിയത് ഫ്രണ്ട് എന്ന് മാത്രമാണ്. എല്ലാത്തിനും ഉപരി അതായിരുന്നു എനിക്ക് അവൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിൻസ്റ്റൺ പറയുന്നത്. അങ്ങനെ കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം ജോൺ ഇറങ്ങാനുള്ള സമയമായി. നല്ലൊരു വേട്ടയെ ആശംസിച്ചിട്ട് ബൗറി അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അവൻ പോകാൻ തുടങ്ങുമ്പോഴാണ് ജോൺ വിൻസ്റ്റന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. ഞാനെങ്ങാനും മരിക്കുകയാണെങ്കിൽ എന്റെ കല്ലറയിൽ ലവിങ് ഹസ്ബൻഡ് എന്ന് മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവൻ സിറ്റിയിലേക്ക് എത്തി. ഈ സമയത്താണ് കുറെ ആളുകൾ അവനെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് ആ നോബഡി അങ്ങോട്ട് വരുന്നത്. എന്നാൽ ഈ ഒരു അവസരത്തിൽ അവൻ ജോൺ വിക്കിനെ കൊല്ലുന്നില്ല. അവൻ ഉടനെ തന്നെ ആ മാർക്കിസിനെ വിളിക്കുകയാണ്. നിന്റെ ആളുകൾ വിചാരിച്ചാൽ ഒന്നും അവനെ കൊല്ലാൻ പറ്റത്തില്ല മാർക്കിസ്. നീ പൈസ എനിക്ക് കൂട്ടിത്താ, ഇവന്റെ പണി ഞാൻ ഇപ്പൊ തീർത്തു തരാം എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ഈ ഒരു അവസരത്തിൽ മാർക്കിസ് ആണെങ്കിൽ ആ പൈസ കൂട്ടി കൊടുക്കുന്നില്ല. അവൻ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ജോൺ നേരെ പോകുന്നത് ഒരു ബിൽഡിങ്ങിനകത്തേക്കാണ്. അവിടെയും കുറെ ആൾക്കാർ വരുന്നുണ്ട്. ജോൺ ഇപ്പം അവരോടൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നോബഡി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവനിപ്പം ജോണിനെ കൊല്ലാൻ വരുന്ന ആൾക്കാരെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജോൺ മരിക്കാത്തത് കൊണ്ട് തന്നെ മാർക്കിസ് ഇപ്പോ ആ നോബഡിയെ വിളിച്ചിരിക്കുകയാണ്. $40 മില്യൺ തരികയാണെങ്കിൽ ജോണിനെ ഞാൻ ഇപ്പൊ കൊന്നുതരാം എന്നാണ് നോബഡി പറയുന്നത്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാർക്കിസ് ആണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ ഓഫർ ഇവന് മാത്രമുള്ളതല്ല. ആര് ജോണിനെ കൊന്നാലും അവർക്ക് 40 മില്യൺ കിട്ടും. എന്നാൽ നോബഡി ആണെങ്കിൽ വേറെ ആരെയും ജോണിനെ കൊല്ലാൻ അനുവദിക്കുന്നില്ല. അവൻ ആദ്യം അവിടെ നിൽക്കുന്ന ആളുകളെയാണ് ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നത്. അങ്ങനെ അവസാനം ജോണും നോബഡിയും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിലാണ് ഷിഡി അങ്ങോട്ട് വരുന്നത്. അവനിപ്പോ ജോണിന് നേരെ തോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് നോബഡിയുടെ പട്ടി വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ സമയം ആ പട്ടിയെ കൊല്ലാൻ വേണ്ടി ഷിഡി അവിടെ നിന്ന് ഒരു തോക്കെടുക്കുമ്പോഴാണ് ജോൺ പെട്ടെന്ന് അവനെ ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവൻ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീണു പോവാണ്. അപ്പൊ ജോൺ അവന്റെ പട്ടിയെ രക്ഷിച്ചത് നോബഡിയും കണ്ടിട്ടുണ്ട്. അവനിപ്പോ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ജോൺ ആണെങ്കിൽ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ചാടുകയും ചെയ്യുന്നു. അങ്ങനെ ജോൺ വേഗം തന്നെ ആ പള്ളിയിലേക്ക് നടക്കാൻ തുടങ്ങി. ആ പള്ളിയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ 200 മുകളിൽ പടികളുണ്ട്. ആ പടികളിൽ മൊത്തം ആ മാർക്കിസിന്റെ ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അവൻ ഉടനെ തന്നെ ചെന്നിട്ട് അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവൻ ഒറ്റയ്ക്ക് അവന്മാരൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവരാണെങ്കിൽ അവൻ ഇടിച്ച് താഴേക്കിടാണ്. എന്നാൽ ഈ സമയത്താണ് കെയ്ൻ അങ്ങോട്ട് വരുന്നത്. നേരം വെളുക്കുന്നതിന് മുമ്പ് ജോൺ മുകളിൽ എത്തേണ്ടത് ഈ കെയ്ന്റെയും കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റിൽ കെയ്ൻ ജോണിനെ സപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ആ പടികളിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ അവന്മാരെയൊക്കെ കൊന്നു വീഴ്ത്തുമ്പോഴാണ് പെട്ടെന്ന് ആ ഷിഡി അങ്ങോട്ട് വരുന്നത്. ഷിഡി ജോണിനെ കൊല്ലാൻ വേണ്ടി അവരെ തോക്കെടുക്കാണ്. എന്നാൽ ഈ സമയത്താണ് മിസ്റ്റർ നോബഡി ഷിഡിക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ അവൻ മരിച്ചിട്ടില്ല. അവൻ വീണ്ടും അവിടെ നിന്ന് എഴുന്നേൽക്കാണ്. എന്നാൽ പെട്ടെന്നാണ് കെയ്ൻ അവന്റെ അടുത്തേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ കെയ്ൻ അവനെ നേരെ തോക്കിക്കൊണ്ടാണ്. അത് കാണുമ്പോ ഇല്ല കെയ്ൻ, നിനക്ക് എന്നെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല എന്നാണ് ഷിഡി പറയുന്നത്. അത് കേൾക്കുന്ന കെയ്ൻ ആണെങ്കിൽ അവന്റെ തോക്ക് താഴ്ത്തുന്നു. ഈ സമയം പക്ഷെ എനിക്ക് ഇവനെ കൊല്ലാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഷിഡി വീണ്ടും ജോണിനെ നേരെ തോക്കിക്കൊണ്ടുന്നു. എന്നാൽ അപ്പോഴേക്കും കെയ്ൻ ആണെങ്കിൽ അവന്റെ വാള് വെച്ചിട്ട് അവന്റെ കയ്യിലെ തോക്ക് തട്ടിത്തെറിപ്പിക്കുകയാണ്. അതിനുശേഷം അവൻ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു. എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ എനിക്ക് നിന്നെ ഇടിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് കെയ്ൻ അത്രയും ചെയ്യുന്നത്. അങ്ങനെ ഷിഡി ഇടിച്ചിട്ടതിന് ശേഷം കെയ്ൻ ജോണിനെയും കൊണ്ട് ആ പള്ളിയിലേക്ക് നടക്കുകയാണ്. ഈ സമയത്താണ് മിസ്റ്റർ നോബഡി അവന്റെ പട്ടിയും കൂടെ ആ ഷിഡിയുടെ അടുത്തേക്ക് വരുന്നത്. തന്റെ പട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതിന് അത്രയ്ക്ക് ദേഷ്യമുണ്ട് ഈ നോബഡിക്ക് ഷിഡിയുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ അവന്റെ നിർദ്ദേശപ്രകാരം പട്ടി ഉടനെ തന്നെ ഷിഡിയെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ പട്ടി അവനെ കടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നോബഡി ആണെങ്കിൽ അവന്റെ തലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അത്രയും ചെയ്തതിനു ശേഷം അവൻ ആ പള്ളിയിലേക്കാണ് പോകുന്നത്. ഈ സമയം അവന്റെ പട്ടിയാണെങ്കിൽ ഷിഡിയുടെ തലയിൽ മൂത്രം ഒഴിച്ചിട്ടാണ് അവന്റെ പുറകെ പോകുന്നത്. അങ്ങനെ കറക്റ്റ് നേരം വെളുക്കുന്ന സമയത്ത് തന്നെ അവർ ആ പള്ളിയിലെത്തി. ഇനിയിപ്പം ആ ഡ്യുവൽ ആരംഭിക്കുകയാണ്.
മിസ്റ്റർ നോബഡിയും അത് കാണാൻ വേണ്ടി അവിടെ ചെന്നിരിക്കുന്നുണ്ട്. തന്റെ പട്ടിയെ രക്ഷിച്ചതുകൊണ്ട് ജോണിനെ കൊല്ലാനുള്ള ശ്രമം അവൻ അങ്ങോട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഡ്യുവൽ ആരംഭിച്ചു. 30 അടി ദൂരത്ത് നിന്നിട്ടാണ് ആദ്യം അവർ പരസ്പരം ഷൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ അവർ പരസ്പരം ഷൂട്ട് ചെയ്തു. ആദ്യത്തെ വെടി ജോണിന്റെ വലത് കൈയിലാണ് കൊണ്ടിരിക്കുന്നത്, കെയിന്റെ ഇടത് കൈയിലും. ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യേണ്ടത് 20 അടി അകലത്തിൽ നിന്നിട്ടാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ഷൂട്ട് ചെയ്തു. ഇത്തവണ ആദ്യം വെടികൊണ്ടിരിക്കുന്നത് കെയിനാണ്, അവന്റെ വയറിനാണ് വെടികൊണ്ടിരിക്കുന്നത്. എന്നാൽ ജോണിനാണെങ്കിൽ അവന്റെ കൈയിലാണ് വെടികൊണ്ടിരിക്കുന്നത്. ഇനി ഷൂട്ട് ചെയ്യേണ്ടത് 10 അടി അകലത്തിൽ നിന്നിട്ടാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ഷൂട്ട് ചെയ്തു. ആദ്യം ഷൂട്ട് ചെയ്തത് കെയിനാണ്. ആ വെടി കൊണ്ടിരിക്കുന്നത് ജോണിന്റെ വയറ്റത്തും. അതുകൊണ്ട് തന്നെ അവൻ ഷൂട്ട് ചെയ്തിട്ടില്ല, അവൻ നേരെ താഴേക്ക് വീഴാണ്. ഈ സമയത്താണ് ആ മാർക്കിസ് കെയിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. മതി നിർത്തിക്കോ, ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് മാർക്കിസ് പറയുന്നത്. അതേക്കുമ്പോ അപ്പോൾ എന്റെ മോളുടെ കാര്യമോ, എനിക്കും അവൾക്ക് ഇനി സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുമോ എന്നാണ് കെയിൻ ചോദിക്കുന്നത്. അതേ കെയിൻ, ഇനി നിനക്കും അവൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം എന്നാണ് മാർക്കിസ് പറയുന്നത്. അങ്ങനെ മാർക്കിസ് ഉടനെ തന്നെ അവന്റെ കയ്യിൽ നിന്നും തോക്ക് മേടിച്ചിട്ട് ജോണിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് വിൻസ്റ്റന്റെ ഒരു മാസ് ഡയലോഗ്. അതിനവൻ ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ എന്നാണ് വിൻസ്റ്റൺ ചോദിക്കുന്നത്. അയാൾ അത് ചോദിച്ച് തീരുന്ന നിമിഷത്തിൽ ജോൺ ആ മാർക്കിസിന് നേരെ ഷൂട്ട് ചെയ്യാണ്. കറക്റ്റ് തലയ്ക്കാണ് കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാർക്കിസിന്റെ പണി തീരുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ നോബഡി. ഈ സമയം ആ ഹാർബിജർ അവന്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ടേബിളിനോടുള്ള നിന്റെ ബാധ്യതകളൊക്കെ തീർന്നിരിക്കുകയാണ്, നീ ഇപ്പോൾ സ്വതന്ത്രനായി. മാത്രമല്ല കെയിനും കെയിന്റെ മകളും ഇനി ഫ്രീ ആണ്. ഇതൊന്നും കൂടാതെ വിൻസ്റ്റന് ഞങ്ങൾ പ്രോമിസ് ചെയ്ത കാര്യങ്ങളും ഇതോടുകൂടെ നടപ്പിലാവും. നിങ്ങൾ ഇനി വീണ്ടും ആ ഹോട്ടലിന്റെ മാനേജറാണ്. ടേബിളിന്റെ ചെലവിൽ തന്നെ കോണ്ടിനെന്റ് ഹോട്ടൽ പുതുക്കി പണിത് തരുന്നതാണ് എന്നൊക്കെയാണ് ഹാർബിജർ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാളും ടീം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയം കെയിൻ നേരെ പോകുന്നത് ജോണിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് കെയിൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ജോൺ ഇപ്പൊ മൊത്തത്തിൽ ഫ്രീ ആയി. അവൻ ആ പള്ളിയുടെ പടികളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അവന്റെ ഭാര്യയുടെ ഓർമ്മകളാണ്. അതെല്ലാം ആലോചിച്ചുകൊണ്ട് അവൻ പതുക്കെ ആ പടികളിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് വിൻസ്റ്റനെയും ബൗറയാണ്. അവരിപ്പോ നിൽക്കുന്നത് ഒരു സെമിത്തേരിയിലാണ്. ജോൺ പറഞ്ഞതുപോലെ തന്നെ അവന്റെ ഭാര്യയുടെ അടുത്ത് തന്നെയാണ് അവന്റെ കല്ലറയും സ്ഥാപിച്ചിരിക്കുന്നത്. അതിലെഴുതിയിരിക്കുന്നത് ലവിങ് ഹസ്ബൻഡ് എന്നാണ്. അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വിൻസ്റ്റണും ബൗറയും. ഇങ്ങനെ ഒരു കാര്യം കാണേണ്ടി വരും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അവൻ എവിടെയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, സ്വർഗത്തിലോ നരകത്തിലോ എന്നാണ് ബൗറി ചോദിക്കുന്നത്. ആർക്കറിയാം എന്നൊരു മറുപടിയാണ് വിൻസ്റ്റൺ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം അവരവിടെ നിന്ന് പോവാണ്. ഇനി കാണിക്കുന്നത് കെയിനെയാണ്. അയാളിപ്പം അയാളുടെ മകളുടെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ആ അക്കീർ അങ്ങോട്ട് വരുന്നത്. അവളിപ്പം അവനെ കൊല്ലാൻ വേണ്ടി ഒരു കത്തിയും കയ്യിലെടുത്തിട്ടുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.